ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 2ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും ഉലൂമുദ്ദീനിലെ അദ്ദറസുർ റാബിഉ അശ്റ 14ാമത്തെ പാഠം അയ്യുഹൻ നബിയു പ്രവാചകരെ, അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, പ്രവാചകരെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും അങ്ങയുടെ മേലുണ്ടാവട്ടെ. നമ്മൾ അത്തഹിയാത്തിൽ പറയുന്നു അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഒരു റക്കായത്ത് പൂർത്തിയാക്കിയിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ 2ാമത്തെ റക്കായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ 2ാമത്തെ റക്കായത്തിൽ 2ാമത്തെ സുജൂദിന് ശേഷം അത്തഹിയാത്ത് ഉണ്ട്. പിന്നെ 4 റക്കായത്തുള്ള നിസ്കാരമാണെങ്കിൽ തുടർന്ന് അതുപോലെ തന്നെ ചെയ്ത് 4ാമത്തെ റക്കായത്തിൽ അത്തഹിയാത്തും സ്വലാത്തും സലാമും പിന്നെ സലാം വീട്ടലും, അങ്ങനെയാണ് നിസ്കാരം പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠം മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസർ നിസ്കാരത്തിന് പോകുമ്പോൾ ഉപ്പ റാഷിദിനോട് പറഞ്ഞു, ബാക്കിയുള്ള ദിക്റുകൾ ചൊല്ലൂ. അപ്പോൾ റാഷിദ് ബാക്കിയുള്ള ദിക്റുകൾ ഉപ്പക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോൾ അത്തഹിയാത്തൊക്കെ പഠിക്കുമ്പോൾ അക്ഷരങ്ങളൊക്കെ യഥാർത്ഥ അക്ഷരങ്ങളായിരിക്കണം. മുബാറക്കാത്തു കാഫ് കാഫായി പോകരുത്. സലവാത്ത സാ ആയി പോകരുത്. അപ്പോൾ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇപ്പം തന്നെ നന്നാക്കി ക്ലിയറാക്കി പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റ് പഠിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ തെറ്റ് പറഞ്ഞാണ് നിസ്കാരം നിർവഹിക്കുക. അപ്പോൾ എല്ലാവരും കറക്റ്റാക്കിയിട്ട് തന്നെ ചൊല്ലിപ്പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി സ്വലാത്ത്, അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേലുള്ള സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് എന്നാണ് ഇതിന് പേര്. ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്വലാത്താണ്. അപ്പോൾ നമുക്ക് ചൊല്ലിയാലോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അപ്പോൾ ഇത് അത്തഹിയാത്തിന് ശേഷം ചൊല്ലേണ്ട സ്വലാത്താണ്. ഇതും അതുപോലെ മനപ്പാടമാക്കാനുള്ളതാണ്. പിന്നെ അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം ദുആ ആണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അപ്പോൾ അതും മനസ്സിലാക്കുക. ഉപ്പ ദിക്റുകളെല്ലാം നീ പഠിച്ചുവല്ലോ. മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക റാഷിദ് അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇവിടെ ഉപ്പ റാഷിദ് മോനെ അഭിനന്ദിച്ചു. എന്ത് പറഞ്ഞാണ്? മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക എന്നൊക്കെ പറഞ്ഞാണ് ഉപ്പ റാഷിദിനെ അഭിനന്ദിച്ചത്. അപ്പോൾ ഒക്കെ ചോദ്യമായിട്ട് വരാൻ മനസ്സിലാക്കട്ടോ. അസ്സലാത്തു ഇമാദുദ്ദീൻ. അസ്സലാത്തു ഇമാദുദ്ദീൻ, നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അപ്പോൾ ദീനിൻ്റെ തൂണാണ് എന്താണ്? നിസ്കാരം. ചോദ്യം വരും. ദീനിൻ്റെ തൂണ് നിസ്കാരം. നിസ്കാരം എന്തിൻ്റെ തൂണാണ്? ദീനിൻ്റെ. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. നിസ്കാരം ദീനിൻ്റെ തൂണാണ്. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഭാഗം ഇടയെന്ന് അവസാനം വിട്ടിട്ട് വിട്ടഭാഗം പൂർത്തിയാക്കാൻ വരും. മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ദിക്റുകളൊക്കെ മനഃപ്പാഠമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബും കൂടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കിൽ നമുക്ക് അത്തഹിയാത്തും സ്വലാത്തും ദുആവും പകർത്തി എഴുതാൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് പാഠഭാഗത്തിൽ നോക്കിയിട്ട് പകർത്തി എഴുതുക. അക്ഷരങ്ങളൊക്കെ കറക്റ്റാക്കിയിട്ട് എഴുതി പഠിക്കുക. നമുക്ക് എക്സാമിന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ അതിൽ നിന്ന് അത്തഹിയാത്തുന്നോ ബാക്കി തരും. അപ്പോൾ ഒക്കെ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. പിന്നെ അവസാനത്തെ ദുആ
അത്തഹിയാത്തിനും സലാത്തിനും ശേഷമുള്ള ദുആ, അതാണ് ദുആ ബഅദ തശഹുദി. അതൊക്കെ പകർത്തി എഴുതുക. അപ്പോൾ പാഠഭാഗത്തിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കുക. ഇത്രയാണ് ഈ പാഠത്തിൽ വന്ന വർക്ക്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ ഈ പാഠത്തോടെ നിങ്ങൾ പൂർത്തിയാക്കി പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.